കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാകുമ്പോൾ, തൻ്റെ ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടാതിരിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ട്. എന്നോട് പറഞ്ഞാൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. ഉറപ്പാക്കണം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോൾ, എല്ലായിടത്തും, എല്ലായ്പ്പോഴും, ഏത് സാഹചര്യങ്ങൾക്കും. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കിയാണ് പലതും വിലയിരുത്തുന്നത്. സാഹചര്യങ്ങൾ എതിരാകുമ്പോഴും ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. മരുഭൂമി വരുമ്പോഴും, പത്മോസ് വരുമ്പോഴും, തീച്ചൂളകൾ വരുമ്പോഴും, സിംഹത്തിൻ്റെ കുഴി വരുമ്പോഴും, ഈശാനം മുതൽ കൊടുങ്കാറ്റടിക്കുമ്പോഴും ഒക്കെ ഇറങ്ങി വന്ന വീര്യം പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായൊരു ദൈവം നമ്മുടെ ദൈവമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിടയാവണം. സ്തോത്രം ചെയ്യാം. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും, ഈ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം. സ്തോത്രം. ഏത് വിഷയത്തിലാണ് അവിടത്തേക്ക് ചെയ്യാതിരിക്കാൻ കഴിയുന്നത്? കർത്താവ്, ഇന്ന വിഷയത്തിൽ അങ്ങേക്ക് കഴിയത്തില്ല, ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ വിഷയത്തെ വലുതായി ദൈവത്തിന് മുമ്പായി കൊണ്ടുവരുന്നു. ദൈവം പറഞ്ഞോ, എനിക്കത് വലുതാ. നമ്മളെ രോഗത്തെ വലിയ രോഗമായിട്ട് കൊണ്ട് ദൈവം പറഞ്ഞോ, എനിക്കത് വലിയ രോഗമാണ്, എനിക്ക് പറ്റില്ല, സങ്കീർണമായ വിഷയമാണ്, എനിക്കതെങ്ങനെ കൈകാര്യം ചെയ്യും. നമുക്ക് സങ്കീർണമെന്ന് തോന്നുന്നത് ദൈവത്തിന് അങ്ങനല്ല സഹോദരങ്ങളെ. ആ ഒരു ഉറപ്പ് ഇന്ന് പകൽ നമ്മുടെ അകത്തൊന്ന് വ്യാപരിക്കട്ടെ. എങ്കിൽ നമ്മുടെ നിരാശയൊക്കെ മാറും. സർവശക്തൻ്റെ സാന്നിധ്യം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ ആ വലുപ്പം, ആ ദൈവത്തിൻ്റെ പ്രവർത്തികൾ അതിശ്രേഷ്ഠമല്ലേ? കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ അവിടെ നാം അവന് സന്തോഷം. എവിടെ? സാഹചര്യങ്ങളെതിരായപ്പോൾ, വഴിമാറത്തില്ലെന്ന് ചെങ്കടൽ വാദിച്ചപ്പോൾ, ഫറവോനും സൈന്യം പുറകെ വന്ന് ഞങ്ങളുടെ ആശ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വഴി തുറന്ന ദൈവത്തിൽ അവർ സന്തോഷിച്ചു. എങ്കിൽ സാഹചര്യങ്ങളെ നോക്കരുത്, ചെങ്കടലിനെ നോക്കരുത്, പുറകിൽ നിൽക്കുന്ന വെല്ലുവിളിക്കുന്ന ശക്തികളെ നോക്കരുത്, സൈഡുകളിൽ ചെങ്കുത്തായി നിൽക്കുന്ന പർവ്വതങ്ങളെ കാണരുത്. പത്രോസ് കാറ്റിനെ നോക്കി. പിന്നെ യേശുവിൻ്റെ വാക്ക് കേട്ട് ചില സ്റ്റെപ്പുകൾ എടുത്തവൻ കാറ്റിനെ കണ്ടു. കാറ്റിനെ നോക്കിയപ്പോൾ ഭയപ്പെട്ടു പോയി, താൻ മുങ്ങാൻ തുടങ്ങി. പ്രിയരെ, കാറ്റിനെയല്ല നോക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കാൻ ഇന്ന് പകൽ എത്ര പേർ തയ്യാറുണ്ട്? അവർ മുങ്ങത്തില്ല, അവർ താഴത്തില്ല. എത്തേണ്ടടത്ത് എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടല്ലേ കർത്താവ് നമ്മളെ വിളിച്ചത്? നിത്യതയിലേക്ക് കൊണ്ടുപോകാനല്ലേ വിളിച്ചത്? അങ്ങനെയെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബലം ക്ഷയിച്ച ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിച്ചത്, അല്ലല്ലോ. ഉറപ്പകത്തുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാട്ട്. അവിടുത്തെ കരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അത്ഭുതത്തിൻ്റെ കരം ഇന്ന് പകൽ നീട്ടുക. സാധ്യങ്ങൾ സാധ്യമാകുക. ദൈവമഹത്വം ഇറങ്ങുക. സിംഹത്തിൻ്റെ വായടച്ചവൻ, തീയുടെ ബലത്തെ കെടുത്തവൻ, തീ കൊണ്ട് ഉത്തരമറിയവൻ ഇന്ന് പകലും നമ്മുടെ ദൈവമാ. വിശ്വസിക്കുന്നവർ ആമൻ പറയൂ. ആ ദൈവം എൻ്റെ ദൈവമാ. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം മാത്രമല്ല, അവിടുന്ന് എൻ്റെ ദൈവമെന്ന് വിളിച്ചു പറയാൻ കർത്താവ് നമ്മളെ സഹായിക്കാൻ പോകുകയാണ്. ദൈവശക്തി ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്തോളൂ. ദൈവം നിങ്ങളെ കൈവിടത്തില്ല, നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല, നിങ്ങളെ തള്ളിക്കളയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവം, നിങ്ങളെ ശക്തീകരിച്ച് ബലത്തോടെ നിർത്തുന്ന ദൈവം ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്,
ശാശ്വതവാസി എന്ന നാമമുള്ളവനാണ്. ആവർത്തിച്ച് എല്ലാ ദിവസവും നമ്മളത് പറയുന്നത് ദൈവം കഴിവുകെട്ട ദൈവം അല്ല എന്ന് മനസ്സിലാക്കാനാണ്. ദൈവം ബലമുള്ള ദൈവമാണ്. സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ കൃപ ഇന്ന് പകലിലും അവിടെ മധ്യേ വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യെശയ്യാപ്രവചനം 40:29 വാക്യം, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കും. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? യഹോവയായ ദൈവം ആർക്കാണ് ശക്തി നൽകുന്നത്? ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പറയുന്ന ദൂത്, ഏത് വിഷയത്തിലൊക്കെ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു? വാക്തത്വം ചിലത് ലേറ്റ് ആയതുകൊണ്ട്, കുടുംബജീവിതത്തിലെ അസ്വസ്ഥത കൊണ്ട്, ഈ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോയോ? ഉപസിക്കാൻ കഴിയാതെ ക്ഷീണിച്ചു പോയോ? വചനധ്യാനത്തിൽ അതിന് കഴിയുന്നില്ല, കോൺസെൻട്രേഷനൊക്കെ നഷ്ടപ്പെടുന്നു, സാമ്പത്തിക തകർച്ചയാണ്, എവിടെയാണ് ക്ഷീണം വന്നത്? പക്ഷെ ക്ഷീണിച്ചിരിക്കുന്നവന് ദൈവം ശക്തി നൽകും. ഏലിയാവ് ക്ഷീണിച്ചു പോയില്ലേ? ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഇനി വയ്യ എന്ന് പറഞ്ഞ്, പ്രാണനെ എടുത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് നിരാശയുടെ വാക്കുകൾ പ്രകടിപ്പിച്ച് മരിക്കാൻ ഇച്ഛിച്ചു. കർത്താവ്, നീ എന്നെ എടുത്തോണേ. ക്ഷീണിച്ചു പോയി. പക്ഷെ ക്ഷീണിച്ചിരിക്കുന്ന ഏലിയാവിനെ ശക്തിപ്പെടുത്താൻ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാ. ദാനിയേൽ ക്ഷീണിച്ചു പോയില്ലേ? ഏറ്റവും പ്രിയ പുരുഷ, നീ ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായില്ലേ? ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്നവരെ ഇന്ന് പകൽ കർത്താവ് ശക്തീകരിക്കാൻ പോയാ. പറയപ്പറ്റ, ഞങ്ങൾ ഇന്ന വിഷയത്തിൽ ഹൃദയം ക്ഷീണിച്ചവർ, മൈൻഡ് ഇടിഞ്ഞവർ, കുടുംബജീവിതത്തിൽ തകർച്ച നേരിടുന്നവർ, തലമുറയുടെ വിഷയത്തിൽ ഉടയപ്പെട്ടവർ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഏത് വിഷയത്തിലാണ് ക്ഷീണിച്ചിരിക്കുന്നത്? കർത്താവ് ഇന്ന് പോയി ശക്തീകരിക്കാൻ പോകുക. നിങ്ങളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഏലിയാവേ, ഇവിടെ മരുഭൂമിയിൽ നീ തകരേണ്ടവനല്ല. അവിടെ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് അടുത്ത തലത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകാൻ പദ്ധതിയുണ്ട്. ദൈവം അതിൻ്റെ പ്ലാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ദൈവം തൻ്റെ ദൂതനോട് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ബലപ്പെടുത്തി ശക്തീകരിച്ച് ദൈവത്തിൻ്റെ പർവ്വതത്തോളം ഓടിച്ച് അടുത്ത ശുശ്രൂഷകൾ ചെയ്യിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം. ദൈവത്തോട് പറ, കർത്താവേ, അങ്ങനെ ശക്തി ഞങ്ങളുടെ മേൽ വരണമേ. പൗലോസ് ക്ഷീണിച്ചു പോയ സമയങ്ങൾ ഇത് മാറിപ്പോകണമെന്ന് ദൈവത്തോട് കർത്താവ് പറഞ്ഞു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി. ക്ഷീണിച്ചിരിക്കുന്ന ശക്തി വരുമ്പോൾ നിന്റെ ബലഹീനത അതെടുത്ത് മാറ്റുകയാണ്. ആ ശക്തി ഏറ്റെടുത്ത സ്ലീഹൻ പറയുന്നതിനെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അടുത്തത്, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. തളർന്നുപോയതുപോലെ, ആശയറ്റുപോയതുപോലെ, ചില വിഷയത്തിൽ ഡൗണായി നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളതാ, ബലമില്ലാത്തവൻ. കുഴഞ്ഞുപോയില്ലേ? തളർന്ന കൈകളെ ബലപ്പെടുത്തുകയും ഉഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുകയും മനോഭീതി ഉള്ളവരോട് വിളിച്ചു പറയുന്നു, ധൈര്യപ്പെടുകയും നിന്റെ ദൈവം വന്നിരിക്കുന്നു, നിന്റെ പഥ്യമുണ്ട്. ബലമില്ലാത്തവന് ബലത്തെ വർദ്ധിപ്പിക്കുന്ന, ബലം കൂട്ടുന്ന, ബലത്തോടെ. യെസ്, ആഹാബിൻ്റെ രഥത്തിന് മുൻപായി ഓടുന്ന ബലം, ഹോഴ്സ് പവർ അല്ലേ? 6 കുതിരകളെ കെട്ടിയ രഥത്തിന് മുമ്പിലല്ലേ ഏലിയ ഓടിയത്? 6 ഹോഴ്സ് പവറിനെ ജയിക്കുന്ന പവറാണ്. ആ ബലമാണ് ദൈവം നിനക്ക് നൽകുന്നത്. അവരോടൊപ്പം ഓടുന്നതല്ല, അവർക്ക് മുമ്പേ ഓടുന്ന ബലം. യേശുവിൻ്റെ നാമത്തിൽ
എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കാൻ ഈ ദൂതേറ്റെടുക്കാൻ തയ്യാറാകും? ബലം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുക. ചിലതിനെ കണ്ട് ബലം നഷ്ടപ്പെട്ട ഉഴഞ്ഞുപോയ ചിലരോട് അവിടുത്തെ വചനത്തിലൂടെ ദൈവത്തിന് വിളിച്ചു പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് ബലം വർദ്ധിപ്പിക്കും. ഇനിയും മൂവ് ചെയ്യാൻ, ചിലതിൻ്റെ മുമ്പേ ഓടുവാൻ, ചിലതിനെ ചവിട്ടി മെതിക്കുവാൻ ദൈവം ബലം കൽപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, സമാധാനം നൽകും, ബലം നൽകും. അങ്ങനെയെങ്കിൽ വിളിച്ചു പറ, ബലം കർത്താവേ, നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകട്ടെ. കർത്താവിൽ സന്തോഷിപ്പിക്കുക, അത് ബലം വ്യാപരിക്കുന്നു. ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നു. നീ ബലപ്പെട്ടിരിക്കുക, നീ ബലപ്പെട്ടിരിക്കുക, നീ ബലപ്പെട്ടിരിക്കുക. എന്നോട് പറഞ്ഞ പോലെ നീ ബലപ്പെട്ടിരിക്കുക. കർത്താവ് നിങ്ങളെ നിങ്ങളുടെ ശരീരത്തെ ബലപ്പെടുത്തുന്നു, നിങ്ങളുടെ അവയവങ്ങളെ ബലപ്പെടുത്തുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തെ ബലപ്പെടുത്തുന്നു, ഇളകിപ്പോയ നിങ്ങളുടെ വിഷയത്തെ ബലപ്പെടുത്തുന്നു, ഉറപ്പോടെ നിർത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഇറങ്ങുന്നു. ബലം വർദ്ധിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കൂ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്താൻ പോകുക. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അടുത്ത തലത്തിൽ ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ബലമേറ്റെടുക്കൂ, ആരാധനയിൽ ബലമേറ്റെടുക്കൂ, വിശ്വാസത്തിൽ ബലമേറ്റെടുക്കൂ. വിശ്വാസത്തിൽ ആരോഗ്യം വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ക്ഷണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ കരം പിതാവേ, ഇന്ന് പകൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം, ശക്തി പുറപ്പെടുന്നതിന് സ്തോത്രം. 12 വർഷമായി, സംവത്സരമായി ശക്തി ചോർന്നു, ബലം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട വ്യക്തി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. ക്ഷണിച്ചിരുന്നവരുടെ മേൽ ശക്തി പുറപ്പെട്ട് അവൾ ബലത്തോടെ എഴുന്നേറ്റെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തി സംവത്സരങ്ങളെ വെല്ലുവിളിക്കുന്ന ചില വാദങ്ങളെ പൊട്ടിക്കുന്ന ദൈവശക്തി, ചില ബാന്ധവങ്ങളെ പൊട്ടിക്കുന്ന ദൈവശക്തി, ബലം ഇന്ന് പകൽ തൻ്റെ ജനത്തിന് കൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ബലം നൽകി. 138 സങ്കീർത്തനം, ഉള്ളിൽ ബലം നൽകി ധൈര്യത്തോടെ ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നതിന് സ്തോത്രം. ഇടിഞ്ഞു പോയ ചില മൈൻഡിൻ്റെ ഉള്ളിലേക്ക് ബലം നൽകി ശക്തിയോടെ നിർത്തുന്നതിന് സ്തോത്രം. നമ്മുടെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകും. സ്തോത്രം. ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്ന, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന, വർദ്ധിപ്പിക്കേണ്ട ബലം വർദ്ധിപ്പിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശു നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.